അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ സമയമായി. പവിത്രമായ നാളുകൾക്ക് വിട. പ്രിയപ്പെട്ടതെന്തോ പിരിഞ്ഞു പോകുന്നത് പോലെ വിശ്വാസികൾ റമദാനെ യാത്ര അയക്കുന്ന ഈ വേളയിൽ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും റമദാൻ കരീം, ഒപ്പം ഈദ് മുബാറക്. പെരുന്നാളിന് രാവിലെ എന്താ ഫുഡ്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കലക്ക് കലക്കണം. കുറേ ദിവസം പകല് പട്ടിണി കിടന്നതാ. വാരി വലിച്ചും തിന്നാൻ നിൽക്കണ്ട, പണിയാവും. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളുടെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർമാർ പറയാറ്. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമദാനിൽ അടുത്തതായി ഹെൽത്ത് ടിപ്സിൽ റമദാൻ കഴിയുന്നതോടെ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായി ഇവിടെ എത്തുന്നു നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ദീപക് ചന്ദ്രമോഹൻ. റമദാൻ കരീം. ഏകദേശം ഈദ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഹാരത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസും എങ്ങനെ മാനേജ് ചെയ്യാം അത് നമുക്കൊന്ന് നോക്കാം. ഈദ് സമയത്ത് നമുക്ക് ഒരു മാസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ഫുഡിൻ്റെ ഒരു പ്രളയമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെ അധികം സമീപനം പാലിക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഷുഗർസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് പെട്ടെന്ന് കഴിക്കാൻ പാടില്ല. ഒരു നോയമ്പ് കഴിഞ്ഞിട്ട് വന്ന ഒരു സാവകാശം ശരീരത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തു വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവോയ്ഡ് ചെയ്യേണ്ട ഐറ്റംസ് വളരെ ഹൈ ഷുഗർസ്, വളരെ അഡിറ്റീവ്സ് അഥവാ കെമിക്കൽസ് ചേർത്തേക്കുന്ന ഫുഡ്സ്, കളേഴ്സ് ചേർത്തേക്കുന്ന ഐറ്റംസ്, അതുപോലെ ഹെവി ഫുഡ്സ്, പ്രത്യേകിച്ച് മീറ്റ്, അതൊക്കെ വളരെ കുറച്ച് ലെവലിൽ വേണം ഉള്ളിലോട്ട് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാനായിട്ട്. ഗ്രേഡഡ് ആയിട്ട് തന്നെ വേണം നമ്മുടെ ഫുഡ് ഇൻടേക്ക് എടുക്കാനായിട്ട്. പെട്ടെന്ന് ഒരു വളരെ ഹൈ ഫുഡ് ഇൻടേക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ഒത്തിരി ഡാമേജസ്, അതായത് പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് ഡാമേജസ് മാത്രമല്ല, ദഹനത്തിന് ബുദ്ധിമുട്ടുകൾ, ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതെല്ലാം ചിലപ്പം നമുക്ക് ദോഷകരമായിട്ട് വന്നെന്നിരിക്കും. അതെല്ലാം നോക്കിക്കണ്ട് വേണം നമ്മൾ ഡയറ്റും പിന്നെ അങ്ങോട്ടുള്ള ഫുഡും എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. റമദാൻ സമയത്ത് നമ്മൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നമുക്ക് ഉള്ളിലോട്ടുള്ള ഫുഡിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നത് കുറയുന്നതുകൊണ്ടും റമദാൻ സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ബ്ലഡ് പ്രഷർ തന്നെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് റമദാൻ പീരീഡിൽ അവരുടെ ഡോക്ടേഴ്സ് മുൻകൂറായിട്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മരുന്നുകൾ റീഅഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. മരുന്ന് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, ചിലവർക്ക് മരുന്ന് തന്നെ ഒഴിവാക്കേണ്ടി വരും റമദാൻ സമയത്ത് ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾഡായിട്ട് നിൽക്കുവാണെങ്കിൽ തന്നെ. അതേ സമയത്ത് റമദാൻ തീരുന്നതോടെ ഈദ് തുടങ്ങുമ്പോൾ ആ ഉള്ളിലോട്ട് പോകുന്ന ആഹാരത്തിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലഡ് പ്രഷർ പേഷ്യൻസ്, പ്രത്യേകിച്ച് വളരെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരെല്ലാവരും കെയർഫുള്ളായിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഉപ്പും വെള്ളത്തിൻ്റെയും അളവ് ഉള്ളിലോട്ട് പോകുന്നത് കൺട്രോൾ ചെയ്ത് വേണം നമുക്ക് പതുക്കെ കൂട്ടാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കണ്ട് അതിനനുസരിച്ചുള്ള മോണിറ്ററിങ്ങും മരുന്നിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും സൾഫർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുണ്യമാസമായ റമദാൻ ആശംസകൾ നേരുന്നു. Al Raza Solutions presents Al Rawabi Group Ahlan Ramadan in association with Sulfur Chemicals, brought to you by Al Rawabi Group of Companies, Doha, Qatar, powered by Naseem Al Rabi Medical Center, Doha, Qatar, in association with Argan Global, Doha, Al Zaman Exchange, Focus Medical Center, Helpline Services Printing Press, Rayan Dental Clinic, Zera Technologies, Zera United Oman, Green Print Qatar, Sulfur Cleaning and Hospitality, EcoFresh Hygiene, City Exchange, best compliments from gulfmalayali.com and gshopee.com. I am your hottest dream, groovy, juicy, crunchy, yummy. I am your spicy baby, hold me, love me, bite me, have me. I am your steamy babe, everywhere you go, gonna keep your lips smacking. Everybody loves me, hot chicken and smoking hot chicken.
hypermarkets and supermarkets, department store, wholesale and retail. restaurants. Al Rawabi Group of Companies, Doha, Qatar. We are moving to Sea Ring Road, Naseem Al Rabi Medical Center, Sea Ring Road, opposite to Gulf Times, Doha, Qatar. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും മാസമായ റമദാൻ വിട പറയുവാൻ ഒരുങ്ങുകയാണ്. പ്രാർത്ഥനാ നിർഭരമായ ഈ അവസരത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ റമദാൻ ആശംസകൾ. എല്ലാവർക്കും മുൻകൂറായി എൻ്റെ ഈദ് ആശംസകൾ. ഈദ് മുബാറക്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ടെന്റുകളിലെ ഇഫ്താർ, 5 സ്റ്റാർ ഹോട്ടലുകളിലെ ഇഫ്താർ, സംഘടനാ ഇഫ്താർ എന്നിവയെല്ലാം കണ്ടല്ലോ അല്ലേ? ഇത്തവണ ഒരു വെറൈറ്റി ഇഫ്താറാണ്. എന്ത് വെറൈറ്റി? പ്രവാസത്തിന്റെ ചൂടും ചൂരും അറിയണമെങ്കിൽ ബാച്ചിലർ റൂമുകളിലേക്ക് പോകണമെന്നാണ് പൊതുവെ പറയാറ്. ഇക്കുറി ബാച്ചിലർ റൂമിലെ നോമ്പുതുറ കാഴ്ചകളിലേക്കായാലോ, ഒപ്പം മറ്റു ചില പ്രവാസി സംഘടനാ ഇഫ്താറുകളിലേക്കും. അഹ്ലൻ റമദാനിൽ അടുത്തതായി ഒരു വ്യത്യസ്തമായ ഒരു ഇനമാണ്. ഗൾഫ് മലയാളികളിലെ ഒരു പ്രബല വിഭാഗമാണ് ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത്. ബാച്ചിലർ റൂമുകളിലെ നോമ്പുതുറ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദോഹ ഹിലാലിലെ ഒരു ബാച്ചിലർ റൂമിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് കടന്നു ചെല്ലാം. അസ്സലാമലൈക്കും. ഞങ്ങൾ റിപ്പോർട്ടർ ടി വിന്നാണ് വരുന്നത്. ഇന്നത്തെ നോമ്പുറയിൽ ഞങ്ങളെയും കൂടി പങ്കെടുപ്പിക്കണം. നിങ്ങളൊക്കെ എവിടെ, ഏതൊക്കെ നാട്ടുകാരാണ്? വടകര. എല്ലാരും വടകരക്കാരാണ്. ഞാൻ നിങ്ങളെ തൊട്ടടുത്താണ്. ഞാൻ മാഹി സ്വദേശിയാണ്. അതന്നെ, അതുപോലെ നമുക്ക് കൂട്ടത്തോടെ കുറച്ച് എന്റെ പാട്ടൊക്കെ ചെയ്യാം. നോമ്പ് അതെ, എന്നാലും ഒരു എനർജി ഉണ്ടാവില്ല. അതെ. ഈ ഉള്ളിമുറിക്കൽ എവിടുന്ന പഠിച്ച നിങ്ങള്? അത് ഒരു വലിയ കഥയാ. ഗൾഫിൽ വന്നതിന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കുന്ന അറിയില്ല. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചതാണ്. എല്ലാം സുഹൃത്തുക്കളിൽ നിന്ന് പഠിച്ചതാ. ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഈ ഉള്ളിമുറിക്കൽ. നീണ്ട 15 വർഷത്തെ. ഓ, നീണ്ട 15 വർഷത്തെ പ്രയത്നമാണ്. എന്താണ് സഹോദര പേര്? മുജീബ്. എന്താണ് മുജീബ് ഇത്? പഴംപൊരിയും ഉള്ളിവടയും. കുറച്ച് ചൂടുണ്ട്, എന്നാലും നമ്മുടെ നാടൻ ഉള്ളിവടയുടെ അതേ മോഡൽ. അസ്സലാമലൈക്കും. നമ്മളിപ്പോ ഇതേ ബാച്ചിലർ റൂമിന്റെ ഫ്രൂട്ട് കട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ കയറി ചെന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിവടയും പഴംപൊരിയും ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണോ ഈ കട്ട് ചെയ്യാനിലേക്ക്? ഞങ്ങളാണ് അവരെ പഠിപ്പിച്ചത്. അതിനുശേഷം നമ്മള് അത് ഗുരുക്കന്മാര് ഇതിലേക്ക് മാറിയതാണ്. അപ്പൊ നല്ല അറിവുള്ള കൈകൾ തന്നെ വർക്ക് ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വിഭവസമൃഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത്. ഉറുമാമ്പഴം, ഓറഞ്ചിന്റെ ഒക്കെ എന്താ നിറം? എന്താണിത്? കമ്മത്ര. അതെ, ഞങ്ങളിത് റിച്ച് കളിയാണ്. ശരി. ഒന്നിനൊരു കുറവ് വരുത്താം. അപ്പൊ എന്നും ഇതന്നെ ഉണ്ടാവുള്ളൂ? ഇന്ന് കുറവാണ് ഐറ്റംസ്. ഇതിന് പുറമെ എന്തൊക്കെയാണ് നിങ്ങളെ ഫ്രൂട്ട്സ് കട്ടിങ്ങിൽ വരിക? പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ്ങില് പിന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ അല്ല, ഈ ലുലുലൊക്കെ വരുന്നത് സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണല്ലോ. അവിടുന്ന് അങ്ങനെ
അപ്പോൾ അവിടെ കിച്ചണിൽ ചോദിച്ചു എല്ലാവരും വടകരക്കാരാണെന്നോ? നിങ്ങളും വടകരക്കാരാണോ? കടത്തനാടിന്റെ മക്കൾ എന്നൊക്കെ പറയും. ശരി. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് മുറിക്കലൊക്കെ കണ്ടിട്ട് നിങ്ങളാണോ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ? അങ്ങനെ പുറത്ത് പറയല്ലേ, സംഭവം ഉള്ളത് തന്നെയാണ്. ഇവരൊക്കെ ഞാനാണ്, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്. മുട്ട ഉണ്ടാക്കുന്നത് ഞാനല്ല പഠിപ്പിച്ചത്. വാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പേ ഉറങ്ങും. എന്നിട്ട് വന്നിട്ട് ഇതാക്കുന്ന ഫ്രൂട്ട് കട്ട് ചെയ്യാനുള്ളത് പറഞ്ഞാല് ഫ്രൂട്ട് കട്ട് ചെയ്യാൻ കുറച്ച് നേരത്തെ എണീറ്റു. അപ്പൊ നിങ്ങൾ ഈ ക്യാമറ കണ്ണുകൾ കണ്ടപ്പോ എഴുന്നേറ്റ് ചാടി വന്ന് ആദ്യം ബിരിയാണി പിന്നെ വെക്കുന്ന ആളാന്ന് പറയാൻ അരി എന്താണെന്ന് അറിയണം. ഇല്ല, അരി എന്താന്ന് മനസ്സിലായില്ല ബിരിയാണി വെക്കാൻ പറ്റും. അല്ല അങ്ങനല്ല. ഇതെന്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? പപ്പായ. പപ്പായ. ശരി. ജ്യൂസ് മെഷീൻ നല്ല പഴക്കം ചെന്ന ജ്യൂസ് മെഷീൻ ഒന്നുമല്ലേ? പക്ഷെ നിങ്ങളുടെ കലാവിരുന്ന് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. ആയിക്കോട്ടെ. ചില ദിവസം ബട്ടർ ആയിരിക്കും, ചില ദിവസം പൈനാപ്പിൾ, ചില ദിവസം പിന്നെ ഓറഞ്ച്. നാട്ടുകാർ വരെ അസൂയപ്പെടുമല്ലോ നിങ്ങളുടെ ഓരോ. പറഞ്ഞാൽ മതിയോ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇഫ്താറിൻ്റെ സമയമാണ്. അടിപൊളി. വിരഹങ്ങളും നഷ്ടങ്ങളുമാണ് ഓരോ പ്രവാസവും ബാക്കിയാക്കുന്നത്. ബാച്ചിലർ റൂമിൻ്റെ ഇടുങ്ങിയ അകത്തളങ്ങളിൽ നിന്ന് വരുന്ന നെടുവീർപ്പുകൾ അതിന് സാക്ഷിയാണ്. എങ്കിലും ഇതുപോലെയുള്ള ഒത്തുകൂടലുകളും സൗകര്യങ്ങളുമൊക്കെ ഇവർ വലിയ ആഘോഷങ്ങളാക്കി മാറ്റിക്കൊണ്ട് മനസ്സിലെ വേദനകളും കണ്ണീരുകളും പാടുപെട്ട് മറച്ചു വെക്കുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന പഴഞ്ചൊല്ല് ഇവിടെ ഇവർ പതിരാക്കി മാറ്റുന്നു.
കമ്പനീസിൽ നിന്നും പുതിയൊരു സംരംഭം കൂടി. സൾഫർ കെമിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് ഓഗസ്റ്റ് 29-ന് കുവൈത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം അബ്രാഖ് ഖൈത്താൻ, നാസർ അൽ ജിയാൻ കൊമേഴ്സ്യൽ കോംപ്ലക്സ്, ഓഫീസ് നമ്പർ 4, ഫ്ലോർ നമ്പർ 4, കുവൈത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 90920650. Send money from City Exchange. City Exchange, Doha, Qatar. Argan Global, the next generation technology products and services that continue to innovate and deliver. Argan Global, the presence of prosperity, helping you reach further. Technology matters. റയാൻ ഡെന്റൽ സെന്റർ സേവനത്തിന്റെ 4ാം വർഷത്തിലേക്ക് വരൂ. പുഞ്ചിരിയുടെ തിളക്കമാർന്ന ലോകത്തിലേക്ക് ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, നൂതന ചികിത്സാരീതികൾ, ദന്ത സംരക്ഷണം, സൗന്ദര്യ ചികിത്സ. റയാൻ ഡെന്റൽ സെന്റർ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അൽ അബീർ ഡെന്റൽ സെന്റർ, സോ സിഗ്നലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാച്ചിലർ റൂമിലെ ഇഫ്താർ കാഴ്ചകൾ കണ്ടല്ലോ. കഴിഞ്ഞ എപ്പിസോഡിലെ റമദാൻ സൂക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ വീണ്ടും നമുക്ക് റമദാൻ സൂക്കിലേക്ക് മടങ്ങാം. പെരുന്നാളിലുള്ള ഒരുക്കവും നാട്ടിലേക്കുള്ള മടക്കവും ഒരുമിച്ച് ചേർന്നപ്പോൾ വസ്ത്രക്കടകളിലെ തിരക്ക് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിലെ റമദാൻ സൂക്കിൽ പെരുന്നാൾ വസ്ത്ര വിപണിയിലെ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഒമർ. റമദാൻ സൂക്കിലെടുത്തതായി അൽ റയാനിലെ മാർസ് ഷോപ്പിംഗ് സെൻറ്ററിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വൈവിധ്യമാർന്ന വസ്ത്രശേഖരങ്ങളുമായാണ് മാർസ് ഷോപ്പിംഗ് സെൻറ്റർ ഈ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെയുള്ള കളക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുവാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ഷിജുവുമായി നമുക്ക് സംസാരിക്കാം. ഹായ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് കാണുന്നുണ്ട്. എന്താണ് പെരുന്നാളിനായിട്ട് അല്ലെങ്കിൽ ഈദ് ഉൽ ഫിത്തറിനെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്കായി നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്? കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ഡിഫറെൻറ്റ് സെക്ടറിലും ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ, റെഡിമെയ്ഡ്സ്, ഫുഡ് വെയർസ്, അതുപോലെ തന്നെ കിഡ്സ്, ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് നമ്മുടെ പല കൺട്രികളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പീറ്റർ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ബേസ് ആയിരുന്ന പീറ്റർ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ തായ്ലൻഡ് ബേസിലുള്ള പോലീസ്, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സ് നമ്മുടെ ഇവിടുത്തെ കളക്ഷനുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ലൂയിസ് ഫിലിപ്പ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്, സ്പെഷ്യലൈസ്ഡ് കസ്റ്റമേഴ്സിന് വേണ്ടി. ഈ റാക്ക് കംപ്ലീറ്റ് അതെ, ലൂയിസ് ഫിലിപ്പാണ്. അതിനകത്ത് അപ്പുറത്ത് പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ, എല്ലാ തരത്തിലുള്ള എല്ലാ വേൾഡിലെ നമ്പർ 1 ബ്രാൻഡ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി. ഇത് ഇപ്പോഴത്തെ ഈദിന് വേണ്ടിയിട്ട്, റംസാന് വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്തത് തായ്ലൻഡിൽ നിന്ന്. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സിൽ, സൈസ് കാര്യങ്ങളെല്ലാം നല്ല പോലീസ് ബ്രാൻഡാണ്. പോലീസ് സീബ്ര പോലീസ്. അടുത്തത് നമുക്ക് കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയും, ഇത് ഞങ്ങൾ അതിന് കിഡ്സിനും ലേഡീസിനും സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്ലോറാണ്. ഒരു കംപ്ലീറ്റ് ഫ്ലോർ കിഡ്സിനും ലേഡീസിനും വേണ്ടി മാത്രം. ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്. ഇതും അതുപോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. തായ്ലൻഡ്, അതുപോലെ ചൈന, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാം ഇവിടെ. സ്പെഷ്യലി മെറ്റീരിയൽ, അതുപോലെ തന്നെ ഈ കോസ്റ്റ് ആയാലും എല്ലാം വളരെ ബെറ്ററാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഈ ഒരുപാട് കാർഡ്സ് ഒക്കെ 50 ഗിഫ്റ്റ് വൗച്ചർ, അതിനെക്കുറിച്ച് എന്താ വ്യൂവേഴ്സിനോട്? റംസാൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ പ്രൊമോഷൻ 200 റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ 50 റിയാലിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ, 250 റിയാലിൻ്റെ വൗച്ചേഴ്സ്. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ബെസ്റ്റ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്ത് ഗുഡ് പ്രൈസ്.
ഹെൽപ്പ് ലൈൻ പ്രിന്റിംഗ് പ്രസ് ദോഹ ഖത്തർ. ടെലിഫോൺ 444-19950. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. ഞാൻ ഇന്നലെ നാട്ടിലേക്ക് പണം അയക്കാൻ മണി എക്സ്ചേഞ്ചിൽ പോയിരുന്നു. എന്താ അവിടുത്തെ തിരക്ക്? അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? നാട്ടിൽ കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ നോമ്പും പെരുന്നാളും ഗംഭീരമാക്കാൻ പ്രവാസികൾ ആശ്രയിക്കുന്നത് എക്സ്ചേഞ്ചുകളെയല്ലേ? റമദാൻ സൂക്കിൽ അടുത്തതായി ഒമർ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മണി എക്സ്ചേഞ്ചിലെ കാഴ്ചകളിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തർ മലയാളികൾ നാട്ടിലേക്ക് പണമയക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അൽ ജമാൻ എക്സ്ചേഞ്ചിലാണ്. ഇവിടുത്തെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ മിസ്റ്റർ ഫയാസുമായിട്ട് ഇവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഹായ് ഫയാസ്, എന്താണ് റമദാനും പെരുന്നാളും ഒക്കെ ആയിട്ട് തിരക്ക് അല്പം കൂടിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ റംദാൻ മാസത്തിൽ റംദാൻ തുടങ്ങിയത് ലാസ്റ്റ് മന്ത് എൻഡാണ്, അറൗണ്ട് 29th. അപ്പോൾ സാലറി ടൈമും കൂടെയാണത്. അപ്പോൾ ഈ മിഡ് സെഗ്മെൻറ്റ് എല്ലാവർക്കും സാലറി ഇടും. പൊതുവെ എല്ലാവരും നാട്ടിലേക്ക് ക്യാഷ് അയക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഗവൺമെൻറ് സെക്ടേഴ്സ് ആയാലും പ്രൈവറ്റ് സെക്ടേഴ്സ് ആയാലും എല്ലാവരും സാലറി കിട്ടിയപ്പം പൊതുവെ നാട്ടിലയക്കുന്ന പകരം ദിസ് ടൈം ദേ ഹാവ് ഇൻക്രീസ് ദെയർ ട്രാൻസാക്ഷൻസ്. അതിൻ ദ സെൻസ് ഇപ്പോൾ നാട്ടിലിപ്പോൾ ഞാൻ പേഴ്സണലി ക്യാഷ് അയക്കുകയാണെങ്കിലും എന്താ പറയുക, ഒരു പ്രാവശ്യം അയച്ചു. ഇപ്പോൾ റംദാൻ ഒരുക്കങ്ങൾ ആസ് ഇൻ ദ സെൻസ് ഫസ്റ്റ് ടൈം ആസ് വി സെൻ നോർമൽ, പിന്നെ വീട്ടിലെ സക്കാത്ത് ആയാലോ ഇല്ലെങ്കിൽ എന്താ പറയുക റംദാൻ ഒരുക്കങ്ങൾ, പിന്നെ പെരുന്നാൾ ചിലവ്. സോ ഒന്നിലെ ചിലവുണ്ടാവും. അപ്പോൾ എവറി ഇൻഡിവിജ്വലിനും ഇതുപോലത്തെ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ അവർ 1, 2, 3 ട്രാൻസാക്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പൊതുവേ നമുക്കിപ്പോൾ ഉള്ള ട്രാൻസാക്ഷൻ എവറി മന്തുള്ള ട്രാൻസാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ദിസ് മന്ത് ഇറ്റ്സ് ഇൻക്രീസ്ഡ് എ ബിറ്റ്. യു ക്യാൻ സേ ലൈക്ക് എന്താ പറയുക, ഒരു 40% വരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞല്ലോ. ഏത് രാജ്യക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീസണിൽ? നമ്മളെ എക്സ്ചേഞ്ച് സംബന്ധിച്ചിടത്തോളം ദർ ആർ ഓൾ എക്സ്പേർട്സ്, ഓൾ നാഷണാലിറ്റി പീപ്പിൾസ് എല്ലാവരും ഇവിടെ വരാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽ ജമാനെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് മോർ നമ്പർ ഓഫ് ഇന്ത്യൻ. ഇപ്പോൾ ഖത്തറിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ എക്സ്പാറ്റ്സ് ആണ്. ഇന്ത്യൻ എക്സ്പാറ്റ്സ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ എക്സ്പാറ്റ് ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഫോർ ഷുവർ നമുക്ക് കൂടുതൽ മലയാളീസാണ് ഇവിടെ വരെ ട്രാൻസാക്ഷൻ വേണം. ആൻഡ് വി മേക്ക് ഷുവർ എവറി സിംഗിൾ കസ്റ്റമേഴ്സ് നല്ല റേറ്റ് കൊടുക്കുന്നുണ്ട്. വി ഡെഫിനറ്റ്ലി ഗിവ് ദം എ വെരി ഗുഡ് റേറ്റ് സോ ദാറ്റ് ദേ ബിക്കം ഹാപ്പി. ബിക്കോസ് എല്ലാവരും അതെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ പീക്ക് ടൈമിങ്സിൽ പീക്ക് സീസൺസിൽ 40% ഉള്ളൊരു ഡിഫറൻസ് കാണുന്നു ആ ട്രാൻസാക്ഷൻസിൽ. മാത്രമല്ല നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് എത്നിക് കമ്മ്യൂണിറ്റി ആയ മലയാളി കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് അൽ ജമാൻ എക്സ്ചേഞ്ചാണ്. ഇത്രമാത്രം ഒരു അക്സെപ്റ്റബിലിറ്റി നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വരുത്തിക്കാൻ എന്ത് തരത്തിലുള്ള ഫെസിലിറ്റീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് മേക്സ് യു എക്സെപ്ഷണൽ? വെൽ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞ പോലെ റമദാൻ നമ്മളെ കസ്റ്റമേഴ്സിന് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ടൈമിങ്സ് മാറ്റിയിട്ടുണ്ട്. നൗ വി ആർ വർക്കിംഗ് സ്റ്റേറ്റ്. ഇപ്പോൾ രാവിലെ തുറന്നാൽ 8:00 തുറന്നാൽ വി വർക്ക് ടിൽ 11:30. ആസ് ഐ സെഡ് ബിഫോർ, നമ്മൾ ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ നമ്പർ 1 ബാങ്കാണ്. സോ അവരായിട്ട് നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട്. അത് നമ്മളൊരു വലിയ അസറ്റാണ്. സോ കസ്റ്റമേഴ്സ് ആർ മോർ സാറ്റിസ്ഫൈഡ്. അവർക്ക് കൂടുതൽ ദേ ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ചാനലിൽ വരികയാണ് കവറേജിന്. അൽ ജമാൻ എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് വരികയാണോ? അല്ലല്ല, കുറേ ഒരു 2-3 വർഷമായി. 4ാമത്തെ വർഷം ഇത് ഞാൻ ഖത്തറിൽ. അത് ശരി. ഇവിടെയാണ് പെർമനന്റ് ആയിട്ട് വരുന്നുള്ളത്. എന്താണ് അൽ ജമാൻ എക്സ്ചേഞ്ചിലുള്ള എക്സ്പീരിയൻസ്? എന്താണ് നമ്മളോട് ചാനലിലെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്? എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് കാശ് കിട്ടുന്നുണ്ട്. നാട്ടിലേക്ക് കിട്ടുന്നുണ്ട്. എല്ലാ മണിക്കൂറുകൾക്കും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സർവീസാണ്. പിന്നെ മലയാളികളുള്ളതുകൊണ്ട് കുറച്ചുകൂടി പെട്ടെന്നാണ് സ്റ്റാഫ് മലയാളി കൂടുതലുള്ളത്. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും. പിന്നെ ടൈമിംഗ് നല്ല ടൈമിംഗ് ആണ്. രാത്രി 10-11 മണി വേറെ ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. ഇത് 10-11 മണി വരെ ഉണ്ടാകുന്നുണ്ട്. കസ്റ്റമറിന്റെ ഒപ്പീനിയനാണ് നിങ്ങൾ കേട്ടത്. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമളാൻ ഇവിടെ പൂർണ്ണമാകുന്നു.
ഞങ്ങളുടെ 4 എപ്പിസോഡുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും 1000 നന്ദി. വ്രതവിശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ ആകാശത്ത് അമ്പിളിക്കല വിരിയുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷപ്പൂത്തിരി, കൈകളിൽ മൈലാഞ്ചി ചോപ്പ്, അന്തരീക്ഷത്തിൽ തക്ബീർ ധ്വനികൾ. പെരുന്നാളിന്റെ ആഘോഷ കാഴ്ചകളുമായി ഖത്തറിലെ പെരുന്നാൾ ദിനത്തിൽ അൽ റസ സൊല്യൂഷൻസും സൾഫർ കെമിക്കൽസും അവതരിപ്പിക്കുന്ന പെരുന്നാൾ കമറൊളി. ഖത്തർ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക്, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30. മറക്കാതെ കാണുക പെരുന്നാൾ കമറൊളി. എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Doha, Qatar, a complete printing solution. Phone 444-12120. എത്ര വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയായി. അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. കാലത്തിനും ജനങ്ങൾക്കുമൊപ്പം.